നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആത്മാഹൂതി ചെയ്തു പോലും മതനിരപേക്ഷത സംരക്ഷിക്കുക. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വരെ കാവൽ നിന്നു. ആ നാട്ടിൽ ഇപ്പോ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാന്തത നിലനിൽക്കുന്നു. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല.